ആയുർവേദികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് ഡോക്ടർ സ്വാതി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് യോഗയ്ക്ക് മുന്നോടിയായിട്ട് ചെയ്യാവുന്ന ലൂസനിങ് വ്യായാമങ്ങളെ പറ്റിയായിരുന്നു. ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് നിന്നുകൊണ്ട് ചെയ്യുന്ന ചില യോഗാസനങ്ങളാണ്. പ്രായഭേദമന്യേ എല്ലാവർക്കും ചെയ്യാം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. എങ്കിലും ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിൽ മാത്രമാണ് യോഗാസനങ്ങൾ ചെയ്യേണ്ടത്. കൃത്യമായിട്ട് ലൂസനിങ് വ്യായാമം ചെയ്ത് നമ്മുടെ ജോയിന്റ്സിനെയൊക്കെ ഒന്ന് ലൂസൻ ആക്കിയവർ മാത്രമാണ് യോഗാസനങ്ങൾ ചെയ്യാവുള്ളൂ. അപ്പം ആദ്യമായിട്ട് പാദഹസ്താസനമാണ് നമ്മൾ ചെയ്യുന്നത്. പാദഹസ്താസനം കൂടുതലും നടുവിന് സ്റ്റിഫ്നെസ് ഉള്ളവർക്കും ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പം അവനവന് പറ്റുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പം പാദം എന്ന് പറഞ്ഞാൽ കാല്, ഹസ്തം എന്ന് പറഞ്ഞാൽ കൈ. കൈ കൊണ്ട് പാദത്തിന് ടച്ച് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഷോൾഡർ പൊസിഷനിൽ കാലുകൾ വെച്ച് നേരെ നിൽക്കുക. ശ്വാസം എടുത്ത് രണ്ട് കൈയും മുകളിലേക്ക് ഉയർത്തി ബാക്കിലേക്ക് ഒന്ന് ബെൻഡ് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് ബെൻഡ് ചെയ്ത് വന്ന് പാദത്തിലൊന്ന് ടച്ച് ചെയ്യുക. എന്നിട്ട് കുനിഞ്ഞൊന്ന് മുട്ടയിൽ നോക്കുക. അവിടുന്ന് ശ്വാസം എടുത്ത് പതിയെ നിവർന്ന് വന്ന് ബാക്കിലേക്ക് ബെൻഡ് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് കൈതാത്ത് റിലാക്സ്ഡ് ആകാം. അതിനുശേഷം ഒരു ദീർഘശ്വാസം എടുത്തു വിടാം. അപ്പം ഞാനിപ്പം പാദത്തിൽ ഒന്ന് ടച്ചാണ് ചെയ്തത്. മറ്റു ചിലർക്ക് കൈ പതിച്ചു വെക്കാൻ പറ്റും. ഇനി വേറെ ചിലർക്കാണെങ്കിൽ കൈ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വരേക്കേ കുനിയാൻ പറ്റുള്ളായിരിക്കും. അങ്ങനെയെങ്കിൽ അങ്ങനെ ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിൽ മാത്രം ചെയ്യുക. ബൈ പ്രാക്ടീസ് കുറെ നാൾ കഴിയുമ്പോൾ ഇതിന്റെ കറക്റ്റായ രൂപത്തിൽ നിങ്ങൾ താനെ വന്നുകൊള്ളും. വീണ്ടും ശ്വാസം എടുത്ത് രണ്ട് കൈകളും മുകളിലേക്ക് ഉയർത്തി ബാക്കിലേക്ക് ബെൻഡ് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് ബെൻഡ് ചെയ്ത് വന്ന് തറയിൽ ടച്ച് ചെയ്യാം. തല കുനിച്ച് മുട്ടയിലൊന്ന് നോക്കുക. ശ്വാസം എടുത്ത് നിവർന്ന് ബാക്കിലേക്ക് ബെൻഡ് ചെയ്യുക. ശ്വാസം വിട്ട് കൈകൾ താത്ത് നേരെ നിന്ന് റിലാക്സ്ഡ് ആവുക. ഒന്ന് ദീർഘശ്വാസം എടുക്കണം. വീണ്ടും ഒരു വട്ടം കൂടെ ചെയ്യാം. ശ്വാസം എടുത്ത് രണ്ട് കൈകളും മുകളിലേക്ക് ഉയർത്തി ബാക്കിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട്. ശ്വാസം എടുത്ത് നിവർന്ന് ബാക്കിലേക്ക്. ശ്വാസം വിട്ട് കൈകൾ താത്തി റിലാക്സ്. അടുത്തത് ഞാൻ പഠിപ്പിക്കുന്നത് അർദ്ധകടി ചക്രാസനം എന്നുള്ളതാണ്. അതായത് നമ്മുടെ നട്ടലിന്റെ സൈഡിലേക്കുള്ള മൂവ്മെന്റിന് വേണ്ടി ചെയ്യുന്നതാണ് ഇത്. നമ്മൾ നേരെ കാലുകൾ ഷോൾഡർ പൊസിഷനിൽ വെച്ച് നേരെ നിൽക്കുക. നിങ്ങളുടെ വലത് കൈയ്യ് ശ്വാസം എടുത്ത് നേരെ മുകളിൽ കൊണ്ടുവരിക. ശ്വാസം വിട്ടുകൊണ്ട് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. ഇടതുവശത്തേക്ക് ആ ഒരു പൊസിഷനിൽ നിന്ന് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ശ്വാസം എടുത്ത് നേരെ നിവർന്നു വരുന്നു. ശ്വാസം വിട്ട് കൈകൾ താഴ്ത്തി റിലാക്സ്. വീണ്ടും ഇടത് കൈയിൽ ഇത് ആവർത്തിക്കുക. ശ്വാസം എടുത്ത് നേരെ മുകളിൽ വരെ. ശ്വാസം വിട്ട് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുന്നു. ശ്വാസം എടുത്ത് നേരെ നിവർന്ന്. ശ്വാസം വിട്ട് കൈകൾ താഴ്ത്തി. വീണ്ടും വലത്. ശ്വാസം എടുത്ത് നേരെ മുകളില്. ശ്വാസം വിട്ട് സൈഡിലേക്ക്. ശ്വാസം എടുത്ത് നേരെ. ശ്വാസം വിട്ട് കൈകൾ താഴ്ത്തി. ഇടത്. ശ്വാസം എടുത്ത്. ശ്വാസം വിട്ടുകൊണ്ട്. ശ്വാസം എടുത്ത്. ശ്വാസം വിട്ടു. ഇനി നമ്മുടെ നട്ടലിന്റെ ബാക്കിലേക്കുള്ള മൂവ്മെന്റ് ആണ് നമ്മൾ കൊടുക്കാറുള്ളത് അല്ലേ? അതിനുവേണ്ടി രണ്ട് കൈകളും നടുവിൽ പിടിച്ച് ശ്വാസം എടുത്ത് പതിയെ ബാക്കിലേക്ക് ഒന്ന് ബെൻഡ് ചെയ്യുക. ശ്വാസം വിടുന്നു. വീണ്ടും ശ്വാസം എടുത്ത് നിവർന്നു വരിക. കൈകൾ താഴ്ത്തി റിലാക്സ്. അർദ്ധചക്രാസനം എന്ന് പറയും. വീണ്ടും ചെയ്യാം. വീണ്ടും രണ്ട് കൈകളും നടുവിൽ കൊടുക്കുന്നു. ശ്വാസം എടുത്ത് ബാക്കിലേക്ക് ബെൻഡ് ചെയ്യുക. ശ്വാസം എടുത്ത് നിവർന്ന് കൈകൾ താഴ്ത്തി റിലാക്സ്. വീണ്ടും ശ്വാസം എടുത്ത് ബാക്കിലേക്ക്. ശ്വാസം വിട്ട് ശ്വാസം എടുത്ത് നിവർന്നു വരുന്നു. കൈകൾ താഴ്ത്തി റിലാക്സ്ഡ് ആവുന്നു. ഈ മൂന്നെണ്ണം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ നടു ഒന്ന് നിവർന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? ഇനി അടുത്തതാണ് നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്നത്. അതിന്റെ പേരാണ് വൃക്ഷാസനം എന്ന് പറയും. ഇത് കൂടുതൽ ഉപകാരപ്രദമാകുന്നത് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെയാണ്. അതുപോലെ പ്രായമായവർക്കും ചെയ്യാം.
അപ്പം അവര് ചെയ്യുമ്പം ഒരു സപ്പോർട്ട് അടുത്ത് ഒരു ഭിത്തിയോ അല്ലെങ്കിൽ ഒരു കസേരയോ, ഒരു ബലമുള്ള ഒരു കസേരയോ അടുത്തിട്ടതിന് ശേഷം ആദ്യം അതിലൊക്കെ ഒന്ന് പിടിച്ചൊക്കെ വേണം ചെയ്യാൻ. കൊച്ചുകുട്ടികളെ ശീലിപ്പിക്കുമ്പോൾ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് പറഞ്ഞു കൊടുക്കാം. അപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ നിൽക്കുന്നതിന് ഏറ്റവും നേരെ ഒരു അനങ്ങാത്ത ഒരു ബിന്ദു കണ്ടുപിടിക്കുക. അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുക. ശേഷം നമ്മുടെ വലത് കാല് പതിയെ ഇങ്ങനെ ഉയർത്തി നമ്മുടെ ഇടത് മുട്ടിന്റെ ഭാഗത്തായിട്ട് വെക്കുക. ഇനി 2 കൈകളും വശങ്ങളിൽ കൂടി ഉയർത്തി കൈ കൂപ്പി നിൽക്കുക. ഇനി മെല്ലെ കൈകൾ താഴ്ത്തി കാല് പതിച്ച് വെക്കാം. ഇത് നമ്മുടെ ബോഡിയിലെ മൊത്തം വെയിറ്റ് ഒരു കാലിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൂടുതലായിട്ട് മുട്ടുവേദന ഉള്ളവരൊന്നും ഇത് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമില്ല. സ്വസ്ഥരായിട്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. അതായത് നമ്മുടെ മെന്റൽ പവർ കൂട്ടുന്ന ഒരു യോഗാസനമാണ് വൃക്ഷാസനം. ഇത് തന്നെ നേരെ ഇടത് കാലിലും ആവർത്തിക്കുക. ഇടത് കാല് എടുത്ത് വലത് കാലിന്റെ മുട്ടിന്റെ ഭാഗത്ത് വെക്കുക. പയ്യെ പയ്യെ ഈ കാല് നമുക്ക് മുകളിലേക്ക് കയറ്റി വെക്കാവുന്നതാണ്. ആദ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുക. ഇനി കൈകൾ ഉയർത്താൻ ബുദ്ധിമുട്ടുള്ളവരെ ഇവിടെ പിടിച്ചും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഈ കാലിവിടെ വെച്ചതിന് ശേഷം നിങ്ങൾ നോക്കുന്ന ആ ഒരു പോയിന്റിൽ തന്നെ നോക്കി കൈകൾ വശങ്ങളിലൂടെ കൂപ്പി പിടിക്കുക. കൈകൾ താഴ്ത്തി കാലുകൾ പതിച്ചു. ഇത് വീണ്ടും വലത് കാലിൽ റിപ്പീറ്റ്. ഒരല്പം നേരം നിൽക്കേണ്ടതേ ഉള്ളൂ കേട്ടോ. ഇടത് കാലില് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് ചെയ്യാം. നേരെ നിൽക്കുക. നമ്മുടെ കാല് വിരലുകളില് ഇങ്ങനെ ഒന്ന് ഉയർന്നു നിൽക്കുക. അതിനുശേഷം 2 കൈകളും വശങ്ങളിൽ കൂടി ഉയർത്തി കൈ കോർത്ത് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് നിൽക്കാം. തറയിൽ ഒരു പോയിന്റിൽ ശ്രദ്ധിക്കാം. അല്പനേരം ബാലൻസ് ചെയ്ത് ഇങ്ങനെ നിന്നതിന് ശേഷം പതിയെ കൈകൾ താഴ്ത്തി കാലുകൾ പതിച്ച് നിൽക്കാം. വീണ്ടും ചെയ്യുക. കാലുകൾ മെല്ലെ ഉയർത്തി കൈ 2 വശങ്ങളിൽ കൂടി ഉയർത്തി കൈ കോർത്ത് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. കൈ താഴ്ത്തി കാല് പതിച്ച് വീണ്ടും ഒരു വട്ടം കൂടെ കാലുകൾ ഉയർത്തി കൈകൾ വശങ്ങളിൽ കൂടെ കോർത്ത് മുകളിലേക്ക് സ്ട്രെച്ച്. കൈ താഴ്ത്തി കാല് പതിച്ച്. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് ഇപ്പൊ ചെയ്ത താടാസനത്തിന്റെ ഇച്ചിരി മൂവ്മെന്റ് ഉള്ള രീതിയാണ്. അപ്പൊ കാലുകൾ ഇങ്ങനെ ഉയർത്തുമ്പോ കൈയും കൂടെ ഉയർത്തണം. കാലുകൾ എല്ലാവരും ശ്രദ്ധിക്കാം. കാല് വിരളിൽ പൊങ്ങുമ്പോ കൈകൾ നേരെ മുകളിലേക്ക് ഉയർത്തുന്നു. കൈ താഴ്ത്തുന്ന നേരത്ത് കാല് വിരള് പൊക്കി കൊടുക്കുക. ഉപ്പൂറ്റി തറയിൽ. വീണ്ടും കൈകൾ ഉയർത്തുമ്പോ ഉപ്പൂറ്റി ഉയർത്തി കൈകൾ താഴ്ത്തുമ്പോ കാല് വിരള് ഉയർത്തുന്നു. ഇതിങ്ങനെ സ്പീഡിൽ ചെയ്യാം. ഇത് ഷുഗർ കുറയ്ക്കുന്നതിനും വെരിക്കോസ് വെയിൻ കുറയ്ക്കുന്നതിനും അത് വരാതിരിക്കുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഒരു വ്യായാമം. ചെയ്ത് കഴിയുമ്പം നമ്മുടെ കാലുമുട്ടിന്റെ ഈ ബാക്ക് വശത്തായിട്ട് നമുക്കൊരു കഴക്കൽ പോലെ തോന്നും, ഒരു മസിൽ പെയിൻ തോന്നും. അതെന്തെന്ന് വെച്ചാല് ആ മസിൽസിന് കൂടുതൽ സ്ട്രെയിൻ കിട്ടുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മുടെ ഷുഗറിന്റെ കൂടുതൽ കിട്ടുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഈ മസിലിന്റെ ഭാഗത്താണ് നടക്കുന്നത്. ആ ഷുഗർ കുറയ്ക്കാനും വരാണ്ടിരിക്കാനും ഒക്കെ ഈ വ്യായാമം സഹായിക്കുന്നതാണ്. അടുത്തതായി നമ്മൾ ചെയ്യുന്നതാണ് ത്രികോണാസനം. അതിനുവേണ്ടി 2 കാലുകളും അല്പം കൂടെ അകത്തി വെക്കുന്നു. വലത് പാദം വലതുവശത്തേക്ക് ആക്കി പിടിച്ചുകൊള്ളുക. അതിനുശേഷം 2 കൈകളും വശങ്ങളിലേക്ക് നിവർത്തിയതിനു ശേഷം ശ്വാസം എടുത്ത് പിടിക്കുക. ശ്വാസം വിട്ടുകൊണ്ട് വലത് പാദത്തിൽ ടച്ച് ചെയ്യുക. ഇങ്ങനെ ഒന്ന് നിന്നതിന്
അതിനുശേഷം പതുക്കെ മുകളിലോട്ട് നിൽക്കുന്ന ഇടത് കൈയിൽ നോക്കുക. ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. അവിടെ നിന്നും ശ്വാസം എടുത്ത് നേരെ നിവർന്നു വരുന്നു. കൈകൾ താഴ്ത്തി കാലുകൾ അടുപ്പിച്ച് റിലാക്സ്. വീണ്ടും രണ്ട് കാലും അകത്തി വയ്ക്കുക. ഇടത് പാദം ഇടതുവശത്തേക്കാക്കി പിടിച്ചുകൊള്ളുക. ശ്വാസം എടുത്ത് രണ്ട് കൈയും വശങ്ങളില്. ശ്വാസം വിട്ടുകൊണ്ട് ഇടത് പാദത്തിൽ ടച്ച് ചെയ്യുക. അതിനുശേഷം വലത് കൈയിലേക്ക് നോക്കുക. ശ്വാസം എടുത്ത് നേരെ വരുന്നു. ശ്വാസം വിട്ട് കൈകൾ താഴ്ത്തി കാലുകൾ അടുപ്പിച്ച്. നമ്മൾ ചെയ്ത ത്രികോണാസനം കുറച്ച് പ്രായമുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ചെയ്യേണ്ട ഒരു രീതി ഇതുപോലെ കാലുകൾ അകത്തി വെച്ചു. വലത് പാദം വലതുവശത്തേക്ക്. ശ്വാസം എടുത്ത് രണ്ട് കൈയും വശങ്ങളില്. ഈ പാദത്തിൽ വരെ ടച്ച് ചെയ്യാൻ പറ്റാത്തവര് പതുക്കെ ഈ മുട്ടിൽ പിടിക്കുക. എന്നിട്ട് ഇടത് കൈയിലേക്ക് നോക്കുക. ഓക്കെ, ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കുറച്ച് ദിവസം ആയി കഴിയുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ കൈ ഇങ്ങനെ താഴ്ത്തി താഴ്ത്തി നമുക്കിങ്ങനെ പാദത്തിൽ ടച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. വീണ്ടും നേരെ വരുന്നു. കൈകൾ താഴ്ത്തി കാലുകൾ അടുപ്പിക്കുക. ഇത് തന്നെ ഇടതുവശത്തേക്കും ചെയ്യാം. കാലുകൾ അകത്തി ഇടത് പാദം ഇടതുവശത്തേക്ക്. ശ്വാസം എടുത്ത് രണ്ട് കൈയും വശങ്ങളില്. ശ്വാസം വിട്ടുകൊണ്ട് ഇടത് പാദം അല്ലെങ്കിൽ ഇടത് മുട്ട് നേരെ വലത് കൈയിലേക്ക് നോക്കി ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യും. അവിടെ നിന്നും ശ്വാസം എടുത്ത് നേരെ നിവർന്ന് കൈകൾ താഴ്ത്തി കാലുകൾ അടുപ്പിച്ചു. വീണ്ടും ഒരു വട്ടം കൂടെ. രണ്ടു കാലും അകത്തി വലത് പാദം വലതുവശത്തേക്ക്. ശ്വാസം എടുത്ത് രണ്ട് കൈയും. ശ്വാസം വിട്ടുകൊണ്ട് വലത് പാദം ഇടത് കൈ. ശ്വാസം എടുത്ത് നിവർന്ന് കൈകൾ താഴ്ത്തി കാലുകൾ അടുപ്പിച്ചു. വീണ്ടും രണ്ട് കാലും അകത്തി ഇടത് പാദം ഇടതുവശത്തേക്ക്. ശ്വാസം എടുത്ത് ശ്വാസം വിട്ടു. നേരെ കൈകൾ താഴ്ത്തി കാലുകൾ അടുപ്പിച്ച് റിലാക്സ്. ഈ വീഡിയോയിൽ ഞാൻ കാണിച്ച ഇത്രയും വ്യായാമങ്ങൾ എല്ലാവർക്കും അവനവന് പറ്റുന്ന രീതിയിൽ ചെയ്യാവുന്നതാണ്. ഒത്തിരി സ്ട്രെയിൻ കൊടുക്കാതെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ കാലുകൾ ഒക്കെ കൈയും ഒക്കെ അണക്കിയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ കുറച്ച് നാൾ ഇത് കണ്ടിന്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് ഇത് പഠിച്ച് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം എല്ലാവർക്കും നന്ദി.